വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ പഠിച്ചു തുടങ്ങി, കുറെ ആൾക്കാരെ തലയിൽ നിന്നൊക്കെ പുക വന്നു തുടങ്ങി അല്ലെ? അതെന്താണെന്നറിയോ? ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടാത്തോണ്ടാണ്. ഓക്കെ, അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് എല്ലാരും ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഇവർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മിസ് എന്ത് ചെയ്യാൻ പോലെ, നമ്മൾ ബാഹുബലി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നിങ്ങള്? അല്ലെ, ബാഹുബലി നിങ്ങൾ ഏറ്റവും അടിപൊളിയായ സീൻ എന്താ, ഇങ്ങനെ വന്നിങ്ങനെ അമ്പ് ഇങ്ങനെ ഇവിടുന്ന് കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതേപോലെ എന്റെ രണ്ട് കൂട്ടുകാരാണ് ഇവിടെ. രണ്ടാൾ എന്ത് ചെയ്യാണ്, അമ്പ് വിടാണ്. ഇവിടെ ഒരാൾ ഒരു പച്ച അമ്പ് വിട്ടു, ഇവിടെ ഒരാൾ എന്ത് ചെയ്തു, ഒരു ഓറഞ്ച് അമ്പും അങ്ങോട്ടും വിട്ടു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുന്ന് ഒരാൾ അമ്പ് ഇങ്ങനെ പോയി അല്ലെ, നമ്മളെ അമ്പും വില്ലും ഒക്കെ അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഒരാൾ അമ്പ് ഇങ്ങനെ പോയി, ഒരാൾ അമ്പ് ഇങ്ങനെയും പോയി. ഓക്കെ, അങ്ങനെ ഈ രണ്ട് അമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് നമ്മൾ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ഇവിടെ എന്തുണ്ടായി, ആംഗിളുകൾ ഉണ്ടായി. എന്താ ഉണ്ടായത്? ആംഗിളുകൾ ഉണ്ടായി. എത്ര ആംഗിളുകളാണ് ഉണ്ടായത്? എത്ര ആംഗിളുകളാ? ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ, നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയ ഒരു അമ്പും ഇങ്ങനെ പോയ ഒരു അമ്പും അല്ലെ, രണ്ട് ലൈനുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. എത്ര ആംഗിളുകളാണ്? 4 ആംഗിളുകൾ. ഇങ്ങനെ ഈ രണ്ട് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് 4 ആംഗിളുകൾ ഉണ്ടായി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും അല്ലെ? വരുന്നു, നമ്മുടെ കാര്യത്തിലേക്ക് വരുന്നു. ഇവിടെ ഇങ്ങനെ 4 ആംഗിൾ ഉണ്ടാവുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വലി ആയിരിക്കും. അതായത് ഒന്നാമത്തെ ആംഗിളും മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ആംഗിളും നാലാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എതിരായിട്ട് വരുന്ന ആംഗിൾസ്, അതായത് കോണുകൾ, എതിരായിട്ട് വരുന്ന കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ എത്രയാണോ ഉള്ളത്, എത്രയാണോ ഇവിടുത്തെ കോണളവ്, അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരുള്ളൂ? 30 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് മാറ്റി ഇവിടെ 60 കൊടുത്തു നോക്കാം. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഈ ഒരു ആംഗിൾ 60 ആണ് എങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെയേ വരുള്ളൂ? 60 തന്നെയേ വരുള്ളൂ. ഒരു മാറ്റവും ഇല്ല. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് ഇത് എന്തിനാ ഞങ്ങൾ പഠിക്കുന്നത്, ഇത് എവിടെയാ കാണുക, ഇങ്ങനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് എല്ലാരും ഇങ്ങനെ അമ്പ് വിട്ട് കളിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കത്രിക. ഈ കത്രിക എടുത്ത് നോക്കുക. ഇവിടെ നമ്മൾ 2 വര വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വരയും വരച്ചു, ഇങ്ങനെ ഒരു വരയും വരച്ചു. ഇവിടെ ഉണ്ടായിരിക്കുന്ന 4 ആംഗിൾസ് കണ്ടില്ലേ? 4 ആംഗിൾ കണ്ടില്ലേ? ഒരു മിനിറ്റ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ്. ഇവിടെ നോക്കുക, 4 ആംഗിൾസ് ഉണ്ടോ? 1 2 1 2 3 4 4 ആംഗിളുകൾ ഉണ്ടായി. ഇവിടെയും ഈ ഒന്നാമത്തെ ആംഗിൾ ഈക്വൽ ടു മൂന്നാമത്തെ ആംഗിൾ, അതേപോലെ രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ടു നാലാമത്തെ ആംഗിൾ. ഇതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരാള് ഇയാളാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് 60 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ 3 എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി കാൽക്കുലേഷൻ ചെയ്യണോ? ഇത് 1 60 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 60 തന്നെയായിരിക്കും. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ആള്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ആളെ പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വെറുതെ ഒരു ലൈന് വരയ്ക്കുവാണേ. വെറുതെ ഒരു ലൈൻ വരച്ചു, കുഴപ്പമില്ലല്ലോ. ഇനി ആ ലൈനിന്റെ നടുവിൽ ഞാനൊരു വര വരച്ചു, ഇങ്ങനെയും വരച്ചു. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ മൊത്തം ആംഗിൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? കളറൊക്കെ ചെയ്തരേ. ഈ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ആണ് അല്ലെ? 180 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വേറൊരു ലൈനൂടെ വരച്ചു, ഇവിടെ വേറൊരു ലൈനൂടെ വരച്ചു. ഓക്കെ, ഇനി ഈ ലൈന് ഞാൻ എങ്ങനെയൊക്കെ മാറ്റിയാലും, ഇങ്ങോട്ട് മാറ്റി, ഈ 180 എന്തേലും മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ. ആ ആംഗിൾ മാറുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ വരേനെ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി.
ഈ വരേനെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി. ഈ 180 മാറിയോ? ഇവിടുന്ന് 180 മാറിയോ? ഇല്ല, 180 അതുപോലെ തന്നെ ഇല്ലേ? ഇനി ഞാൻ ഈ വരേനെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റുവാണേ. ഇങ്ങനെ മാറ്റി. ഇപ്പോഴും ഈ ആംഗിളിന് എന്തേ മാറ്റം ഉണ്ടോ? ആംഗിൾ 180 തന്നെയാണ് അല്ലേ? ആ വര ഞാൻ നടുക്കൂടെ വെച്ച് വര എങ്ങനെയൊക്കെ മാറ്റിയാലും 180 മാറുമോ? ഇല്ല, 180 അവിടെ തന്നെ. ഇനി ഞാൻ ഈ വര ഇല്ലേ, ഇത് ഇങ്ങോട്ട് വെച്ച് ഇത്രയും ഭാഗം ഞാൻ പറയുക 30 ഡിഗ്രിയാണ്. ഇത്രയും ഭാഗം ഞാൻ പറയാം 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ഭാഗം എത്രയായിരിക്കും? മൊത്തം 180, അതിൽ നിന്ന് ഈ ഒരു ഭാഗം 30, അതായത് 150 ഡിഗ്രി. 150 ഡിഗ്രി. ഇതിനൊരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ രേഖീയ ജോഡികൾ അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് വേണ്ടി പറയുന്നത്. രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഇതിലൊരു സാധനം കൂടെ നമുക്ക് ചെയ്യാം. ഇത് മാറ്റി, ഈ ആംഗിളൊക്കെ ഞാൻ മാറ്റി. ഇനി ഞാൻ ഇവിടെ ലൈന് വരയ്ക്കുക. ഇതിന് ഞാൻ പറയാം ഇത് 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാവുമ്പോ ഈ ആംഗിൾ എത്ര വരും? നമുക്കറിയാം ഇവിടെ മൊത്തം ഉള്ളത് 180 അല്ലേ? 180. ഇത്രയും ഭാഗം 50. കുറയ്ക്കുക, മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 130 ഡിഗ്രി. ഈ ആംഗിൾ എത്ര വരും? 130 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഇതുപോലെ നോക്കുക. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 180 മൈനസ് 50 130. ഇവിടെ 80 ആണെങ്കിൽ 180 മൈനസ് 80 100 ഡിഗ്രി. കറക്റ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 3ന്റെ ആൻസർ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? പറഞ്ഞുതരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് മൊത്തം 180 ആണ്. അപ്പൊ ഒരു 110 പോയാൽ ബാക്കി എത്ര വരും? ഇതാണ് ലീനിയർ പെയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പോർഷൻ ക്ലിയർ ആയി. ഈ 2 പോർഷനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. See you then, bye.